നമസ്കാരം. ആഴ്ചകൾക്കുള്ളിൽ ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധം നടത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ കൈവശം വൻതോതിലുള്ള ആണവായുധ ശേഖരമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനാണ് സാധ്യത എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇറാന് അമേരിക്ക 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനിടയിൽ അവർക്ക് ഉചിതമായ രീതിയിൽ, അതായത് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർക്കൊരു തീരുമാനമെടുക്കാമെന്നും, ഈ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, ഡെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അമേരിക്ക പിന്നെ മുന്നും നോക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവിധ പ്രശ്നങ്ങളും ഇറാൻ പരിഹരിച്ചിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ആളുകൾക്ക് ബോധം വരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സമയമാണ് ഇതെന്ന് ഇറാനെ പരോക്ഷമായി കളിയാക്കിക്കൊണ്ട് ട്രംപ് പറയുകയും ചെയ്തു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇറാനിൽ 5.1 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ വലിയൊരു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. വടക്കൻ ഇറാനിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. എന്നാൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആളപായം ഉണ്ടായതായും അറിവില്ല. മാത്രമല്ല, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും നേരിയ തോതിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് ഗുരുതരമായ രീതിയിലുള്ള തകരാറ് സംഭവിച്ചോ എന്നുള്ളതാണ്. അതല്ലാതെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണത്തെ ഇറാൻ പിന്നീട് തള്ളിപ്പറയുകയായിരുന്നു. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളൊന്നും തന്നെ ഇസ്രയേലിന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിച്ചത്. എങ്കിൽ പോലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇറാനിൽ ഇസ്രയേൽ നടത്തിയത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂചലനം ഉണ്ടാകാൻ പോലും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത്രയും ശക്തി കൂടിയ പ്രഹരശേഷിയുള്ള ബോംബുകളോ മിസൈലുകളോ ഒക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രയേൽ ഉപയോഗിച്ചത് എന്നാണ്. ഹെൽഫെയർ എന്ന പേരുള്ള വലിയ തോതിലുള്ള പ്രഹരശേഷിയുള്ള ചില മിസൈലുകൾ, ഏതാണ്ട് 300ഓളം എണ്ണമാണ് അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിന് ലഭിച്ചത്. അവ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഇറാനിലെ പല പ്രമുഖരായ നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ ആണവ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തെ തുടർന്നാണ് പ്രകോപിതരായ ഇറാൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധം നടത്തുമെന്ന് വരെ പ്രഖ്യാപിച്ചത്. എന്നാൽ അമേരിക്ക എപ്പോഴാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു ധാരണയുമില്ല. മാത്രവുമല്ല, ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി മുന്നിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ ഏതുവരെ പോകുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ഇക്കാര്യത്തിലൊരു നിർണായകമായ തീരുമാനമെടുക്കുക എന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പ്, അതായത് ഇറാൻ ഏത് നിമിഷമാണെങ്കിലും ആണവ യുദ്ധം നടത്താമെന്നുള്ള മുന്നറിയിപ്പ് എല്ലാ രാജ്യങ്ങളും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ട്രംപ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് എല്ലാ രാജ്യങ്ങളും കരുതുന്നത്. അതേസമയം ഇന്നും ഇറാൻ ഇസ്രായേലിലേക്ക് വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് തള്ളുകയും ചെയ്തിരുന്നു. എങ്കിലും ഇറാൻ ഇപ്പോഴും നിർത്താതെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഹൂത്തി മുതലും ഇവരെ യമനിൽ നിന്ന് ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ടോ എന്ന് വ്യാപകമായ ഒരു സംശയവും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അഗരാച്ചി അടുത്തയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹം തുർക്കി സന്ദർശിക്കുന്നുണ്ട്. തുർക്കിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവിടെ നിന്നൊരു അന്തിമ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും റഷ്യൻ പ്രസിഡന്റിനെ കാണാനായി അഗരാച്ചി പുറപ്പെടുക എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു യുദ്ധം വലിയ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ശ്രമം നടത്തുന്നത്. കാരണം ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയുകയില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, അമേരിക്ക കൂടി രംഗത്തിറങ്ങുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം പോലും അവശേഷിക്കുകയില്ല എന്ന സത്യവും ഇറാനിലെ ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ അഗരാച്ചിയെ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാനായി ഇറാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്.